ദൈവവിളി ഫ്രീ ആണ്, പക്ഷെ കോസ്റ്റ്ലി ആണ്. അത് കൃത്യമായിട്ട് ഇന്നത്തെ ഗോസ്പലിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടും. യേശു എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുരിശു എടുത്തുകൊണ്ടാണ് വരാനായിട്ട്, വെറുതെ അങ്ങ് നടന്നു വരാമെന്ന് ആരും വിചാരിച്ച് കളയരുത്. എന്നിട്ട് യേശു ഒരു കാര്യം കൂടെ ഓർപ്പെടുത്തും: നിങ്ങൾ കണക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എൻ്റെ പിന്നാലെ വരാനായിട്ട്. വെറുതെയൊക്കെ വന്നാൽ അങ്ങനെയൊന്നും നിങ്ങൾക്ക് എന്നിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഒരു ഗോപുരം പണിയാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എസ്റ്റിമേറ്റ് ഇടുന്നുണ്ടോ? കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് ഇട്ടാണോ നിങ്ങളത് ചെയ്യുന്നത്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ പണി പൂർത്തിയാകില്ല. നിങ്ങൾ യുദ്ധത്തിന് പോകും മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഭടന്മാർ സജ്ജമാണെന്നും അവരുടെ എണ്ണം കൃത്യമാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ തോറ്റുപോകും. അതേ കണക്കാണ് ദൈവവിളി. കോസ്റ്റ്ലിയാണ്. കണക്ക് കൂട്ടി കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ട് മാത്രമേ ഇറങ്ങാവൂ, ഇല്ലെങ്കിൽ പണി പാളും. അതാണ് യേശു എന്ന് പറയുന്നത്. ദൈവവിളി എന്ന് പറഞ്ഞാൽ പൗരോഹിത്യത്തിലേക്കോ സന്യസ്തത്തിലേക്കോ മാത്രമുള്ള വിളിയായിട്ട് ആരും ചിന്തിച്ചു കളയരുത്. കുടുംബജീവിതവും ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിതവും ഒക്കെ ദൈവവിളിയാണ്. അങ്ങനെ സഭ നിർദ്ദേശിക്കുന്ന 4 ദൈവവിളിയിൽ ഏത് ദൈവവിളി സ്വീകരിക്കുന്നവരായിരുന്നാലും നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറേ വേദനകൾ സഹിക്കേണ്ടി വരും. നമ്മൾ ഒത്തിരി സങ്കടങ്ങളിലൂടെ കടന്നു പോകും. ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയൊക്കെ തന്നെയാണ്. ഈ ദൂരം നിന്ന് കാണുമ്പോൾ പലതും നല്ലതായിട്ടൊക്കെ തോന്നും, അടുത്തെത്തുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടും വേദനയായിട്ട് തോന്നും. എന്നാൽ ആ കഷ്ടപ്പാടും വേദനയൊക്കെ സന്തോഷമായി മാറുന്നൊരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയോ? കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ എന്താണ് ഈ കാൽക്കുലേഷൻ? കാൽക്കുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായി നമ്മളുടെ ജീവിതത്തിൻ്റെ കുറവുകളെയും നിറവുകളെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടി വിശുദ്ധിയും നന്മയും ഒക്കെ ശേഖരിച്ച് വെച്ച് അങ്ങനെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നൊരു യാത്രയാണ്. ആ യാത്രക്കിടയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം, ഒത്തിരി കാര്യങ്ങൾ വേണമെന്ന് വെക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ കാൽക്കുലേഷനാണ് ഈ ദൈവവിളി, ഈ പിന്നാലെ പോകുന്ന യാത്ര. ധൈര്യമുണ്ടോ പിന്നാലെ പോകാൻ? എത്രമാത്രം ഉറപ്പുണ്ട് നടന്നു തീർക്കാൻ പറ്റുമെന്ന്? അവൻ നടന്നിടത്തോളം ആ കാൽവരിയിലെ കുരിശിൻ്റെ മരണം വരെ ഒരു പക്ഷെ നടക്കേണ്ടി വരുമായിരിക്കും. നടക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെ ധൈര്യത്തോടെ നടക്കാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ വിളിക്കുന്നത്. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിൻ ദിവ്യനാമം പാടുമ്പോഴെന്നും എൻ മനമാകെ വിരിയുന്നു പൂക്കൾ. നിൻ വചനങ്ങൾ നിറയുന്നു എന്നിൽ. നിൻ ദിവ്യനാമം പാടുമ്പോഴെന്നും എൻ മനമാകെ വിരിയുന്നു പൂക്കൾ. നിൻ വചനങ്ങൾ നിറയുന്നു എന്നിൽ. തൊഴുകൈകൾ നെഞ്ചോടു ചേർക്കുമ്പോഴെന്നുമേ നീയേ, എന്നും നീയേ.
സ്നേഹനാഥ വാഴ്ത്തിടുന്നു നിന്നെ